മതി. ഞാൻ ഈ ഭാഗം വായിപ്പിച്ചത് കഴിഞ്ഞ ദിവസം നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകമായ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ നടത്തപ്പെടുവാനിടയായി. അവിടെ ചില തോട്ടുകൾ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ഭാഗം ഒന്നും കൂടി എടുത്ത് നിങ്ങളെ ഒന്ന് പ്രബോധിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദാനിയേൽ, ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ദാനിയേലിലേക്ക് ജമ്പ് ചെയ്യുന്നത്. ദാനിയേൽ എന്ന് പറയുന്ന ദൈവപുരുഷൻ 9-ാം അധ്യായത്തിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, പോള് തിമോത്തിയോട് പറയുകയാണ്, നീ പക്ഷപാതം ചെയ്യണമേ എന്ന്. അതുപോലെ തന്നെ പോള് മറ്റൊരു ഭാഗത്ത് പറയുന്നു, എപ്പപ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഓർക്കാതിരിക്കരുതേ. അപ്പോൾ പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് പോലെ തന്നെ ഉപവാസം പോലെ തന്നെ ഇണപിരിയാതെ കിടക്കുന്ന ഒന്നാണ് നമ്മൾ മധ്യസ്ഥത അണച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ഒരു തലം കൂടെയുണ്ട്, അത് സമയം പോലെ ഞാൻ പറയാം, അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ പറയാം. ഒരുത്തന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഭൂമിയിലായിരിക്കുന്ന മണവാട്ടിയം സഭയെക്കുറിച്ച് അത്യുന്നതനായ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഭവത്തെ ഓർത്ത് നന്ദി കരേറ്റുമ്പോൾ തന്നെ നമ്മൾ മുട്ടുമേലിരുന്ന് വിടിവിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ദൈവം കണ്ടിട്ടും പിശാചിൻ്റെ കരവലയത്തിൽ പെട്ടുപോയിരിക്കുന്ന അനേകരെ വിടുവിപ്പാൻ അടിയനിതാ മുട്ടുമടക്കുന്നു. ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആകർഷിച്ച വ്യക്തികളെ വിടുവിപ്പാൻ എൻ്റെ പ്രാർത്ഥന അതിനൊരു നിദാനമായി തീരണമേ എന്ന് പറഞ്ഞ് നമ്മൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എത്ര ശക്തമായ നിലയിൽ പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടവരാണെങ്കിലും ചില ദൈവിക പ്രവൃത്തികൾ അവരുടെ മേൽ വന്ന് അവർ വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കുന്നവരാൽ ദൈവത്തിൻ്റെ വാക്യങ്ങളും വചനങ്ങളുമാണ് കേൾക്കുന്നുള്ള ബോധ്യത്തോട് പ്രതികരിക്കുന്ന നിലയിൽ ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ഇപ്പം നമ്മളൊന്ന് മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ആകർഷിച്ചിരിക്കുന്ന വ്യക്തികളെ, ദൈവം കണ്ടിരിക്കുന്ന വ്യക്തികളെ നമ്മുടെ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന മുഖാന്തരം വിടുവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ദൈവമക്കളെ ഞാനും നിങ്ങളും ഇന്ന് ഈ കസാരകളിൽ ഇരിക്കത്തക്ക നിലകളിലേക്ക് ആരുടെയൊക്കെയോ സമയങ്ങൾ അവർ വെറുതെ മുടക്കിയതല്ല. അവർ കണ്ണുനീരിൽ കുതിർന്ന് മുട്ടുമേലിരുന്ന്, അവർ പുരുഷന്മാരായിരുന്നെങ്കിൽ അവർ കരങ്ങളെ ഉയർത്തി, ബിജു ചെറിയാൻ്റെ നാശമല്ല ഞങ്ങൾ കാണുന്നത്, ആ വ്യക്തി വിടുവിക്കപ്പെട്ട് ആ വ്യക്തിയിലൂടെ അനേകർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ സ്നാനങ്ങൾ നടത്തുമ്പോഴും ഈ സ്നാനത്തിന് വേണ്ടി, ഈ സ്നാനം നടക്കാതിരിക്കാൻ വേണ്ടി, ഒരു സ്നാനം മണർകാട് കരയിൽ നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളവനാണ്. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിലും അങ്ങയുടെ നാമത്തിൽ ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുമ്പോൾ അത് എൻ്റെ കഴിവല്ല, ഈ മാർഗത്തെ ഉപദ്രവിക്കുവാൻ നടന്നവരിലൂടെ ദൈവം സന്തോഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവര് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ പാർക്കുന്ന സ്ട്രീറ്റിന് വേണ്ടി, നിങ്ങൾ പാർക്കുന്ന സിറ്റിക്ക് വേണ്ടി, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിന് വേണ്ടി പറയണം, കർത്താവേ ഞാൻ മുട്ടുമടക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇവിടെ അനേകരെ തളച്ചിട്ടിരിക്കുന്ന ഒരു പൈശാചിക നീക്കങ്ങളുണ്ടായിരിക്കാം. അതിനെ ഞാൻ പ്രാർത്ഥിച്ച് ആത്മാവിൽ കെട്ടി ആ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പക്ഷപാതം പിടിക്കുകയും ദൈവസന്നിധിയിൽ മധ്യസ്ഥ ഇൻ്റർസെഷൻ ചെയ്തവരാരും ലജ്ജിച്ച് കുനിഞ്ഞ് അവരവിടം കൊണ്ട് ഭൂമി വിഴുങ്ങി ഇറങ്ങിപ്പോയിട്ടില്ല. അവർ എഴുന്നേറ്റത് വലിയ വലിയ ദിഗ്വിജയങ്ങളെ കണ്ടുകൊണ്ടാണ്. അവിടം കൊണ്ട് നിർത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേൽ എന്ന് പറയുന്ന ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതിയും നെഹമ്യാവ് എന്ന് പറയുന്ന ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതിയും കൂടെ ഒന്ന് സംയോജിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഒറ്റ വാക്കിൽ പറയാം. അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ അടിമാനുഖത്തിലായിരിക്കുന്നു, ഞങ്ങൾ അടിമാനുഖത്തിലായിരിക്കുന്നു, ഞങ്ങൾ സ്ലേവ്സ് ആയിട്ട് ഈ കൺട്രിയിലെ രാജാവിൻ്റെ അധീനതയിലായിരിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു സാഹചര്യവുമില്ല, ഞങ്ങൾ ആരാധിച്ചും കൊണ്ടിരുന്നത് ആലയങ്ങളിലാണ്, ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായിരുന്ന ജെറുസലേം ആലയം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്വപ്നമായി തീർന്നിരിക്കുന്നു,
ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പല പ്രവാചകന്മാരാൽ ഞങ്ങൾക്ക് ആഹ്വാനങ്ങളും പ്രബോധനങ്ങളും ഞങ്ങൾക്ക് വാണിങ്ങുകളും ലഭ്യമായിട്ടും ഞങ്ങളെ അതിനെ ഒന്നും കണക്കാക്കാതിരുന്നതിനാൽ ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ ഇതിൽ പെട്ടുപോയി ഉപദ്രവിച്ചവർ മാത്രമല്ല, പാപം പിടിച്ച നെഹമ്യാവും പാപം പിടിച്ച ദാനിയേലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ അവൻ നിപുണനായിരുന്നു, അവൻ ദൈവസന്നിധിയിൽ ശോഭയുള്ളവനായിരുന്നു എന്നാണ് പറയുന്നത്. നെഹമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഹകല്യാവിൻ്റെ മകനായ നെഹമ്യാവ് എന്ന് പറയുമ്പോൾ ദൈവത്തെ കണ്ണിൽ വഹിച്ചവൻ്റെ മകനായിരിക്കുന്ന നെഹമ്യാവ് ദൈവത്തെ ഹൃദയത്തിൽ വഹിക്കുന്നവനെന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അവർ പറയുകയാണ്, ഞാനും എൻ്റെ പിതൃഭവനവും ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു എന്ന്. ഇന്ന് പകൽ എത്ര പേർക്ക്, ഞാൻ പറഞ്ഞല്ലോ, നെഹമ്യാവും ഹകല്യാവും പിതാവായിരിക്കുന്ന ഹകല്യാവും ഒന്നും ദൈവത്തിന് അവർ അപ്രിയരായിരുന്നില്ല. അവർ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയരായിരുന്നു. അവർ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾക്കൊത്തവണ്ണം ജനത്തെ ന്യായപാലനം ചെയ്തവരായിരുന്നിരിക്കാം. ദൈവത്തിന് വേണ്ടി നിന്നവരാണ്, ദൈവത്തിന് വേണ്ടി സംസാരിച്ചവരാണ്. അവരും സ്ലേവ്സിലായിരിക്കുകയാണ്, അവരും അടിമനുഖത്തിലായിരിക്കുകയാണ്, അവരും മറ്റുള്ളവരെ പോലെ തന്നെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന തിരുമുമ്പിൽ എത്തണമേ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തിരിച്ചൊന്ന് ചോദിക്കാം. മഹനീയം സഭയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ ഇടയിൽ പഠിച്ചവരെ, ഞങ്ങളോടുകൂടെ വളർന്നവരെ, ഞങ്ങളോടുകൂടെ കളിച്ചും ചിരിച്ചും ഞങ്ങൾക്ക് സഹായം ചെയ്തവരെ പോലും കർത്താവ് ഒന്ന് മറന്നതാണോ എന്ന് പോലും ചിന്തിക്കത്തക്ക നിലകളിൽ അവരെ ഒന്ന് മാറ്റിയിട്ട് ഈ യുണൈറ്റഡ് കിങ്ഡത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. എന്നാലും ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തിൽ എന്നെ കൊണ്ടുവന്നതിൻ്റെ അങ്ങക്ക് ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അല്പസമയമൊന്ന് കരങ്ങളെ തട്ടിയിട്ട് പറ, ഒരു മഹാദൗത്യ നിർവഹണത്തിനായി എന്നെ ഈ രാജ്യത്താക്കിയിരിക്കുന്നു. ഇനി എനിക്ക് അലസത പാടില്ല. എന്റെ പ്രാണനാഥന്റെ വരവ് അടുത്തിരിക്കുമ്പോൾ എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം. സ്തോത്രം. നെഹമ്യാവിന്, ദാനിയേലിന്, എഹെസ്കേലിനെ ഒന്നും വലിയ കുറവില്ലാത്ത നിലകളിലുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. നെഹമ്യാവ് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാനോ പാനപാത്രവാഹകൻ, ദ വൈൻ ടേസ്റ്റർ, രാജാവിൻ്റെ സന്നിധിയിൽ ഏത് സമയവും ഒരു മുന്നറിയിപ്പുമില്ലാതെ എപ്പോഴും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു പൊസിഷനിലായിരിക്കുന്നു. ദാനിയേലോ രാജാവിന് ദൂത് പറയുന്നവൻ, രാജാവിന് പ്രിയനായവൻ. സിംഹക്കുഴിയും മറ്റുമൊക്കെ അവിടെ നിൽക്കട്ടെ, ദാനിയേലിനെ രാജാവ് അറിയുന്നു. ദാനിയേലിനെ രാജാവ് അറിയുന്നു. ജോസഫിനെ നാട് കടത്തിയിരിക്കുന്നത് അടിമയായിട്ടാണ്. പക്ഷെങ്കിൽ ചെന്നവിടത്ത് ദൈവം തമ്പുരാൻ ഒരു പ്രവൃത്തിയുണ്ട്. രാജാവ് അറിയത്തക്ക നിലകളിലുള്ള ഒരഭിഷേകമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളും പറയണം, വർക്ക് പ്ലേസിൽ എന്നെക്കാളും ശക്തന്മാരുണ്ട്, പക്ഷെ അവർക്കൊല്ലാത്തതൊന്നും എനിക്കുണ്ട്. എന്താ? എൻ്റെ മേൽ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നവൻ്റെ ആത്മാവുണ്ടെന്നേ. അപ്പോൾ എനിക്ക് വിപരീതമായിട്ട് ഉയർന്ന് വർക്ക് പ്ലേസിൽ ഒരു വ്യക്തി ഉയരുമ്പോൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാനങ്ങ് അമർച്ച ചെയ്യുന്നു. തിരുവചനം പറയുന്നത് അത് 7 വഴിയായി വന്ന് ഒരു വഴിയായി തിരിച്ചു പോയെന്നാണോ? അല്ല, അത് ഒരു വഴിയായി വന്നു. നമ്മുടെ കണ്ണുകളിൽ കാണാൻ കഴിയണം. അത് 2000 ഭൂതമുള്ള ഭൂതഗ്രസ്തം വരെ ഇറങ്ങിപ്പോയി അവിടുന്ന്, അല്ലേ? യേശു ഒരു വ്യക്തിയെ വിടുവിക്കുന്നതാണ് അത്. അപ്പം നമ്മൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഒരു അനർത്ഥവും, നമ്മൾ വായിച്ചതുപോലെ ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണത്തിലാണ് നമ്മൾ ഓരോ ദിവസവും. ഇമവെട്ടാതെ നമ്മൾ സാറ്റലൈറ്റിൽ നോക്കിയിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ നടപ്പ്, ഇരിപ്പ്, കിടപ്പ്, നടപ്പ്, പോക്ക് എല്ലാം ദൃഷ്ടി വെച്ച് നിന്റെ കാൽ, നിന്റെ വണ്ടിയുടെ ടയറ്, നിനക്കെതിരെ ഒരു ബാധയും ഒരനർത്ഥവും വരാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തിയെ ഓർത്ത് നമ്മൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അതറിയണമെങ്കിൽ ചില തീച്ചുളകളുടെ അനുഭവങ്ങളിലൂടെ പോയവരിവിടെയുണ്ട്. അവർ പറയും, അങ്ങനെ താങ്ങിയില്ലായിരുന്നെങ്കിൽ, അങ്ങനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ നിലനിർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു സീറോ ആയി പോയേനെ. സ്തോത്രം. ഇവർ നിൽക്കുന്നത് നല്ല സ്ഥലത്തല്ല. പക്ഷേ ദാനിയേൽ പറയുകയാണ്, നെഹമ്യാവ് പറയുകയാണ്, പൗലോസ് തിമോത്തിയോട് പറയുകയാണ്, ഡോണ്ട്
ഫോർഗെറ്റ് എബൌട്ട് ഡൂയിങ് ഇൻ്റർസെഷൻ. നീ മധ്യസ്ഥത അണയ്ക്കുന്ന കാര്യത്തിൽ നീ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിലും 2 ആൺപിള്ളേരുണ്ടല്ലോ. മൂത്തവൻ ചില സമയത്ത് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ എടാ പ്രാർത്ഥിച്ചോ, പക്ഷേ എനിക്കറിയാം പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലെന്ന്. ഞാൻ മുട്ടിമേ ഇരിക്കും. എൻ്റെ കർത്താവേ സൂക്ഷിച്ചോണമേ. നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് പോലെ നെഹമ്യാവ് ഒരു ലൈൻ അങ്ങോട്ട് എടുക്കുകയാണ്. ഞാനോ അകൃത്യം, എൻ്റെ പിതാവോ അകൃത്യത്തിൽ, എൻ്റെ കുലത്തിലുള്ളവരും അകൃത്യത്തിൽ, എൻ്റെ ദേശക്കാരായിരിക്കുന്ന ദാനിയേൽ പറയാണ് യഹൂദന്മാർ അകൃത്യത്തിൽ. പിന്നെ ദാനിയേൽ ആ റലം കൂട്ടിയിട്ട് പറയാണ് ഇസ്രായേൽ സകലരും അകൃത്യത്തിൽ. എൻ്റെ കർത്താവേ. എന്നിട്ട് നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നു. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം എടുക്കാം ആരെങ്കിലും വേഗത്തിൽ. കേൾക്കണം. നിങ്ങളുടെ ഭ്രഷ്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ മതി. വായിച്ചു. കർത്താവിനെ പഠിപ്പിക്കുക നെഹമ്യാവ്. പഠിപ്പിക്കുകയല്ല, ദൈവത്തോട് പറയുകയാണ് നീ കരുണയും കൃപയും ദയയും നിറഞ്ഞവനല്ലോ. ദൈവത്തിൻ്റെ 4 ഗുണങ്ങളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ചിതറിപ്പോയതൊന്നും നിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഞാനും എൻ്റെ പിതൃഭവനവും. മുഴുവൻ ഇസ്രായേലിയർക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ ഭക്തൻ മുട്ടുമടക്കിയിട്ട് പറയുകയാണ് ഞാനും എൻ്റെ പിതൃഭവനവും. നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാം, പച്ചപ്പുഴു വെട്ടിക്കിളി തുള്ളൻ നശിപ്പിച്ചതിനെ യഹോവയുടെ ആലയത്തിനും ജനങ്ങളുടെയും മധ്യേ പൂമുഖത്തിങ്കൽ ആ പ്രവാചകനിരുന്ന് ദൈവത്തോട് ന്യായപാലനം ചെയ്തിട്ട് പറയുകയാണ് എൻ്റെ ജനം നിന്നോട് അകൃത്യം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ആ അധ്യായം തുടങ്ങുന്നത് അല്പം ശോകമൂകമായ അന്തരീക്ഷത്തിലാണെങ്കിൽ പിന്നത്തേതിൽ എഴുതിയിരിക്കുന്നതിനറിയോ, അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ജഡത്തിൻ്റെ മേൽ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിന് ഒരു ഭക്തൻ മുട്ടുമടക്കിയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്നുണ്ട്, ആ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ജനത്തിന് വേണ്ടി ന്യായപാലനം ചെയ്ത് ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ദൈവം സന്തോഷിച്ചിട്ട് പ്രവാചകനായ യോവേലിനോട് പറയുകയാണ് അന്ത്യകാലമായിരിക്കുന്നു, സകല ജഡത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വിദ്വാൻമാർ സ്വപ്നങ്ങൾ ദർശനങ്ങളെ കാണും, സകല ജഡത്തിൻ്റെ മേൽ ആത്മാവിനെ പകരുവാൻ തക്കത്തിൽ സ്വർഗം പദ്ധതിയിട്ടപ്പോൾ ജനം വീണ്ടും മ്ലേച്ഛതയിലേക്ക് പോയി. അതാണ് പെന്തക്കോസ്ത് വരെ നീണ്ടുപോയത്. പെന്തക്കോസ്ത് വരെ കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, ഒരു മിസ്റ്റേക്ക് നിങ്ങളിൽ പറ്റി, ഒരു അകൃത്യം നിങ്ങളിൽ പറ്റി, ഇനി നിങ്ങൾ ഈ ദേശം വിട്ടു പോകരുത്. ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു അമർച്ച എന്ന രീതി പറഞ്ഞു, ജെറുസലേം വിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. പോയെങ്കിൽ ചിലപ്പോൾ ഇവർ ഭിന്ന അഭിപ്രായക്കാരായി തീരും. അതുകൊണ്ട് പറഞ്ഞു ഡു നോട്ട് ലീവ് ജെറുസലേം, സ്റ്റേ ബാക്ക്, സ്റ്റഡ് ഫാസ്റ്റ്, ഇവിടെ കുത്തിയിരിപ്പീൻ എന്ന് പറഞ്ഞു. അവർ 500 പേര് ഇരുന്നു എന്നാണ് പഠിപ്പീര്. പക്ഷെങ്കിൽ 120 പേരായി മർക്കോസിന്റെ മാളിക മുറി യോവേൽ പ്രവചനകാലത്ത് അവർ ഇരുന്നതിനേക്കാൾ ശ്രേഷ്ഠതയോടുകൂടി ഇരുന്നപ്പോൾ, യോവേൽ ഒരു ഭക്തനായി ഒറ്റയ്ക്കിരുന്നപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞ ദൈവം അന്ത്യകാലത്തിൻ്റെ ശക്തിയേറിയ കാറ്റ്, കൊടിയ കാറ്റെന്ന നിലയിൽ ആ മാളിക മുറിയിൽ അടച്ചിരുന്നവരുടെ മേൽ പകർന്ന് മാളിക മുറിയിൽ ഒതുങ്ങുവാൻ കഴിയാതെ ജെറുസലേം സമീപവാസികളിലേക്ക് എത്തി. ഒറ്റ പ്രസംഗത്താൽ 3000 കൊണ്ടുവരുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ക്രമപ്പെട്ട് ദൈവസന്നിധിയിൽ ഇവിടെ ഇരിക്കുന്ന 150 അധികം ആൾക്കാരുണ്ടല്ലോ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ക്രമപ്പെട്ട് പറയണം, പെന്തക്കോസ്തിന്റെ അനുഭവം വാർന്നു പോയിട്ടില്ല, പെന്തക്കോസ്തിന്റെ ശക്തി നിന്നിട്ടില്ല. ഇന്ന് ഞങ്ങൾ ക്രമപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ ആലയത്തിനും ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ മാഞ്ചസ്റ്റർ പട്ടണമല്ല, യുണൈറ്റഡ് കിങ്ഡം തന്നെ പിടിക്കുവാൻ എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. 120 പേരുടെ മേൽ പകർന്ന അത്യന്ത ശക്തിയാൽ ഇന്ന് നമ്മൾക്ക് ഈ ഡിസംബർ മാസം 1-ാം തീയതി ഇവിടെ വന്ന് ഈ രാജ്യക്കാരുടെ നിറവും സംസ്കാരവും കളറും ഇല്ലാത്ത ആ രീതികളൊന്നുമില്ലാത്ത നമ്മളും വന്ന് ഇംഗ്ലണ്ടിലായിരിക്കുകയാണ്. ഇന്ന് കർത്താവിനോട് പറയണം, പകരപ്പെട്ട ആ ഉണർവിൻ്റെ കാറ്റാണ് എന്നെ നിലനിർത്തിയിരിക്കുന്നത്.
പകരപ്പെട്ട ആ ഉണർവിൻ്റെ ശക്തിയാണ് എൻ്റെ ജീവൻ്റെ ആകാരം. ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ നിറവാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കൽപ്പിച്ചാക്കിയ ദൂതന്മാരുടെ സംരക്ഷണമാണ് വഴിവഴുപ്പിൽ പെട്ടിട്ടും പിടിച്ചു കയറുവാൻ തക്കത്തിൽ ദൈവം നമ്മളെ സഹായിച്ചതെന്ന് ഒന്നും കൂടി ഒന്ന് ഓർത്തും കൊണ്ട്, കർത്താവേ, നീ ചെയ്ത അത്ഭുതങ്ങൾക്കും നീ നിർത്തിയിരിക്കുന്ന വിധങ്ങൾക്കുമായി ഞാൻ എൻ്റെ ദൈവത്തിന് അതരം തുറന്ന് സ്തോത്രമെന്ന് പറയുന്നവർ, നിങ്ങൾ അതരങ്ങളെ തുറന്നു പറ, ദൈവമേ, അങ്ങ് നിർത്തിയില്ലായിരുന്നു െങ്കിൽ ഞാൻ വീണുപോയേനെ. സ്തോത്രം. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നു, ദാനിയേൽ പ്രാർത്ഥിക്കുന്നു, യോവേൽ പ്രാർത്ഥിക്കുന്നു, മോശ പ്രാർത്ഥിക്കുന്നു, അബ്രഹാം പ്രാർത്ഥിക്കുന്നു, നവോമി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം ഇടിവിൽ നിൽക്കുക. എന്നാൽ യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് വളരെ ദുഃഖത്തോടെ, ഞാൻ ആ ഭാഗം അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇടിവിൽ നിന്ന് കരയുവാൻ ഞാനൊരു മനുഷ്യനെ അന്വേഷിച്ചു. ഇടിവിൽ നിന്ന് കരയുവാൻ ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചു. 2016-17 ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കരയാം. ഞാൻ ഈ പട്ടണത്തിന് വേണ്ടി കരയാം. ഞാൻ ഇടിവി നിൽക്കാം. ലജ്ജിപ്പാൻ ഇടവരരുത്. ലജ്ജിപ്പാൻ. ചിലപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്നും കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഇവിടുന്ന് പരാജയപ്പെട്ട് മടങ്ങാൻ എന്നെ അനുവദിക്കില്ല. ചതഞ്ഞതാകാം, ഒടിഞ്ഞതാകാം, നിഹിതന്മാരാകാം, വർഷങ്ങളായി ചത്തതും ചതഞ്ഞതും ഒടിഞ്ഞതും ജീവനില്ലാത്തതുമാകാം. നിനക്കൊരു കാറ്റടിപ്പിക്കുവാൻ കഴിയും. ആത്മാവിൽ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ടേയിരുന്നു. ദൈവം ദേശത്തിൻ്റെ 4 ഭാഗങ്ങളിൽ നിന്ന് കാറ്റടിപ്പിച്ചു. അതിൻ്റെ സാക്ഷിയാണ് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിച്ച നമ്മുടെ രാജു മേത്ര പാസ്റ്റർ. അദ്ദേഹത്തിന് അറിയാം ഈ സംഭവങ്ങൾ. അന്നത്തെ കാലത്ത് ഞാൻ ഈ ലിവർപൂളിൽ നടന്നതും പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്തു എല്ലാം ഞാൻ അദ്ദേഹത്തിന് അറിയാം. എൻ്റെ ഒരു സൂം മീറ്റിങ്ങിൽ കയറിയപ്പോഴും എന്നോട് പറഞ്ഞതാ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിപ്പാൻ, മെസ്സേജ് തീർന്നിട്ടില്ല, ഞാനൊന്ന് ശ്വാസം എടുക്കുന്നതേ ഉള്ളൂ. പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് ഒരുക്കത്തില്ല. ഏലിയാവിൻ്റെ മേൽ ദൈവം ഒരു ശക്തി അയച്ചു, അല്ലേ? നമ്മൾ ഈ പല മേഖലകളിലും യേശു കർത്താവ് നമ്മളോട് ചോദിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ ചോദിക്കാൻ വരുമ്പോൾ നമ്മളവിടെ ഇല്ല. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കേണ്ടതുപോലെ കർത്താവിന് ചിലപ്പോഴൊക്കെ ചോദിക്കണമെന്നുണ്ട്. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ഞാൻ ദൈവമക്കളോട് പറയാം, യോഗ്യമല്ലാത്ത ഒരു സ്ഥലങ്ങളിലും നമ്മളെ കാണാൻ ഇടയാകില്ല. യോഗ്യമല്ലാത്ത ഒരു സ്ഥലങ്ങളിലും നമ്മളെ കാണല്. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ആരെയും കൊണ്ടുപോകാത്തതിൻ്റെ കാര്യം ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ഒരു വിശ്വാസിയെക്കുറിച്ചെങ്കിലും നമ്മൾ 1 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞു പോകും. എൻ്റെ വീട് മറ്റുള്ളവരെക്കുറിച്ച് ഗോസിപ്പ് പറയാനുള്ളതല്ലെന്ന് ഞാനും ഇവളും തീരുമാനിച്ചിരിക്കുന്നുണ്ടാണ്. നിങ്ങളെ പലരും വിളിക്കാത്തത്. നിങ്ങൾ ക്രമപ്പെട്ടാൽ അവിടെ നല്ല ബിരിയാണി റെഡിയാണ്. ഞാനും ക്രമപ്പെടണം. സ്തോത്രം. ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ വാഹനങ്ങളെ, നമ്മുടെ അതരങ്ങളെ എല്ലാം ദൈവപ്രസാദമാണ്. ഞാൻ ചിലയിടത്ത് വെച്ച് കണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലരെനിക്ക് ഫോട്ടോ അയക്കുക. എന്നാ പബ്ബിൽ കയറുന്നതായിരിക്കും, അവൻ ചിലപ്പോൾ വഴി ചോദിക്കാൻ കയറുന്നതായിരിക്കാം. സ്തോത്രം. യോഗ്യമായ ഇവിടുത്തെ നമ്മളെ കാണണം. ദൈവത്തെ ക്യാരി ചെയ്യുന്ന എനിക്ക് അനീതിയും അമോനും ഒന്നുള്ളിടത്തൊന്നും എനിക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല. അഗല്യാവിൻ്റെ മകനായ നെഹമ്യാവ് വൈൻ ടേസ്റ്ററാണ്. ദാനിയേലിനാൽ അത്ഭുതങ്ങൾ നടക്കുന്നു, മോശയാൽ അത്ഭുതങ്ങൾ നടക്കുന്നു, അബ്രഹാമിനാൽ അത്ഭുതങ്ങൾ നടക്കുന്നു. നവോമി പറയുകയാണ്, എന്നെ കയ്പെന്നുള്ളവളാണ് എൻ്റെ പേര് പോലും. ഞാനതുകൊണ്ട് പ്രത്യക്ഷത്തിൽ വരുന്നില്ല. പ്രത്യക്ഷത്തിൽ വരാതിരുന്നും കൊണ്ട് നവോമിയുടെ പ്രാർത്ഥന രൂത്തിനെ എത്തിക്കേണ്ടവിടത്ത് എത്തിച്ചു. എൻ്റെ മെസ്സേജിൻ്റെ മടങ്ങിവരവിലേക്ക് ഞാൻ വരാം. തീരുമല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, പക്ഷപാതം പിടിക്കുക, ഇതിലൂടെയൊക്കെ ദൈവം ജനത്തിൻ്റെ വിടുതൽ ആഗ്രഹിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ദൈവം തൻ്റെ ജനത്തെ മറന്നിട്ടില്ലെന്നുള്ളതാണ്
വാസ്തവം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. മറ്റുള്ളവരെല്ലാം എല്ലാ ബിസിനസ്സും കുഞ്ഞുങ്ങൾ മാത്രം അവരെ അങ്ങ് വഴിക്ക് വിട്ടേര്. ദൈവം തൻ്റെ ജനത്തെ മറന്നിട്ടില്ല. കാര്യം എന്താണെന്ന് ഞാൻ അങ്ങനെ ഒന്ന് തെളിച്ച് പറയാം. പിതാവ് തൻ്റെ മടിയിലിരുന്ന യേശുവിനെ ഭൂമിയിൽ അയച്ചത് മുഴു ലോകത്തെ നേടാനാണ്. യോഹന്നാൻ 3:16 പെട്ടെന്നൊന്ന് പറഞ്ഞ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ, അല്ലേ? അപ്പം നമ്മൾ യേശുവിലൂടെയുള്ള മഹാരക്ഷ, അതുകൊണ്ടാണ് ഗ്രേറ്റ് കമ്മീഷനിങ് എന്ന് പറയുന്നത്, ഗ്രേറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥലം ഗ്രേറ്റ് മാഞ്ചസ്റ്റർ എന്നാണ്, എന്തൊക്കെയോ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഒരു ഗ്രേറ്റ് കമ്മീഷനിങ്ങിൽ നമ്മളാക്കിയിരിക്കുന്നത് യേശു പുത്രനെ അയച്ചതുകൊണ്ട് വിടുവിക്കപ്പെടണം. ഇന്നും നമ്മൾ പറയണം, ദൈവം തൻ്റെ ജനത്തെ മറന്നിട്ടില്ല, നമ്മളാണ് മറന്നിരിക്കുന്നത്. നമ്മളതും കൊണ്ട് ഇടിവിൽ നിന്ന് കരയുവാൻ തയ്യാറാണെങ്കിൽ അടുത്ത നിങ്ങൾക്കൊരു നന്മയായിട്ടുള്ളൊരു കാര്യം പറയാം. ഇടിവിൽ നിന്ന് കരഞ്ഞ മാറ്ററുകളെല്ലാം ദൈവം അങ്ങ് നടത്തി. ഒന്ന് കരയാമോ? ഒന്ന് കരവുയർത്തി സ്വത്രം ചെയ്യാമോ? കരഞ്ഞാലും കുഴപ്പമില്ല, സ്വത്രം. എവിടെയൊക്കെ ഇടിവിൽ നിന്ന്, ഞാനിപ്പോൾ സോണി ബ്രദറിൻ്റെയാണ് പാട്ടൊക്കെ പാടാൻ തയ്യാറാക്കി, വാ. വെള്ള ഷർട്ട് ഉപദേശിയാകാനുള്ള എല്ലാ ലക്ഷണമായി വരുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. സോണിച്ചായൻ എന്താ പറഞ്ഞത്, സുമുഖനാകണം, സൂട്ടിടണം, ടൈ കെട്ടണം, ഇതെല്ലാം പ്രാർത്ഥിക്കും. ഇതെല്ലാം ദൈവത്തിന് കൊടുക്കും. എവരിതിങ് മധ്യസ്ഥത അണച്ച് എന്തെല്ലാം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയല്ല ഞാൻ പറഞ്ഞത്, ഇൻ്റർസെഷൻ, ഇൻ്റർസെസറി പ്രയറാണ്. അതിലെ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ, കണ്ടോണം. നിങ്ങൾ ബൈബിളിൽ ഇട്ട് നോക്കണം, എങ്ങനെയെങ്കിലും സെർച്ച് എഞ്ചിൻ ഏത് ഉപയോഗിച്ച് നോക്കണം. ഇൻ്റർസെഷൻ ആരൊക്കെ നടത്തിയിട്ടുണ്ടോ ആ നടത്തപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, 625 റെക്കോർഡഡ് പ്രയർ ഉണ്ടെങ്കിൽ 420 പ്രയർ ആൻസേർഡ് ആയിട്ടുള്ളൂ. പക്ഷേ ഇൻ്റർസെഷൻ അങ്ങനെയല്ല. ഈ ആരെല്ലാം ഇൻ്റർസെഷന് വേണ്ടി മുട്ടുമടക്കിയോ ആ വിഷയങ്ങൾ മുഴുവൻ 100%. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ഏതെല്ലാം വിഷയത്തിൽ പ്രാർത്ഥിച്ചു അത് മുഴുവൻ നടക്കും. പക്ഷെങ്കിൽ അടുത്ത റലം കേൾക്കണോ, ഞാൻ എത്രത്തോളം സമയം ആ വ്യക്തിക്ക് വേണ്ടി മുട്ടുമടക്കി അതിനെ സംവത്സരങ്ങൾക്കൊത്ത് ഒരു അനുഗ്രഹം എൻ്റെ മേൽ അയക്കുന്നതാണ് ആ വചനപുസ്തകം. ഇത് വിളിച്ചു പറയുന്നത് ഒരിക്കൽ കൂടി പറയാം. ഞാൻ എത്രത്തോളം സമയം ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി, ഒരു സഭയ്ക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി ഇടിവിൽ നിന്നു, അത് മുഴുവൻ നടക്കപ്പെടുമ്പോൾ തന്നെ മറുഭാഗം നിങ്ങൾ അറിയാതെ പോകല്ലേ, ഈ ഭക്തന്മാർ ഇരുന്നതിനൊത്തവണ്ണം ദൈവം പിന്നെ അവരെ ഉയർത്തിയ ചരിത്രം എഴുതിയ പുസ്തകത്തെ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നു. നീ എത്രത്തോളം സമയം നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നീ മുട്ടുമടക്കി, ഇതൊന്ന് നിർത്തിയിട്ട് പറയണം, ഐ ആം പ്രേയിങ് ഫോർ മൈ ചർച്ച്. ഈ സിറ്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിഷയം അല്ല മെയിൻ. ഈ ദേശം വിടുവിക്കപ്പെടണം. കർത്താവ് ഈ ദേശം വിടുവിക്കപ്പെടുമെന്ന് മാത്രമല്ല, നമ്മുടെ ഏറ്റവും നമ്മളെ തളർത്തുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മേക്കൈ ഇറങ്ങുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഒന്ന് പറ, ഞാൻ ഇതുവരെ ഉദാസീനതയോടെ നിന്നു, ഇടിവിൽ നിന്ന് കരയുവാൻ എന്നെ നോക്കിയപ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ, കർത്താവേ, ഈ ഡിസംബർ മാസം 1-ാം തീയതി ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഞാൻ പറയുന്നു, ഐ ആം ഹിയർ, സെൻഡ് മീ. അടിയനെ അയക്കണമേ. ഒന്ന് കണ്ണടച്ചേ, മെസ്സേജ് തീരുവല്ല, ഒന്ന് കണ്ണടച്ചിട്ട് പറ, അടിയനെ അയക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾക്കൊത്തവണമല്ല എൻ്റെ ശുശ്രൂഷ. ഞാനൊരു ശീതോഷ്ണവാൻ അല്ല. എന്നെ ദൈവം ആക്കിയിരിക്കുന്ന തലത്തിൽ ഞാൻ ഉയരും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. മതി, വാക്യങ്ങൾ മക്കൾ ഇടുന്നുണ്ടല്ലോ അല്ലേ? ജെയിംസ് 5:16. രോഗസൗഖ്യം യേശുക്രിസ്തു ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശമാണ്. എത്ര വലിയതാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം.
മക്കളെ, അവിടെ തന്നെയല്ലേ, ആ ലേഖനത്തിൽ തന്നെയല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ച് എണ്ണ പുരട്ടി പ്രാർത്ഥിപ്പിക്കും എന്നുള്ളൊരു ഭാഗമുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് നോക്കിയത് അവിടെ ആന്ന്. അതിൻ്റെ റെഫറൻസ് കൂടെ ഒന്ന് പറഞ്ഞേ. മക്കളെ അത് വിട്ടിട്ടെ. 5:14. നിങ്ങളിൽ വായിച്ചു. എണ്ണയല്ല അവിടെ വർക്ക് ചെയ്യുന്നേ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ദീനക്കാരന് എന്താ, അവന് പ്രാർത്ഥിച്ചാൽ പോരെ, ആ വ്യക്തിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. പക്ഷെ അതല്ല, ഞാൻ രോഗിയാന്നേ, പ്രാർത്ഥിക്കാൻ പോണ ഞാൻ രോഗിയാണ്, ഞാൻ ചെന്ന് ഇവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക, എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുക. എന്താ, അവനും വിടുതൽ വേണം, എനിക്കും വിടുതൽ വേണം. ഇന്ന് നിങ്ങൾ അങ്ങനെ ഭവനമില്ലാത്തവനെ നോക്കി പ്രൊഫസൈസ് ചെയ്യണം, ഇവന് ഭവനം ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ വിഷയമല്ല, ജിബിൻ പാസ്റ്ററുടെ വിഷയമാണ് പ്രയോറിറ്റി. എൻ്റെ വിഷയം സെക്കൻഡറി ആന്നേ. അവന് ഭവനം കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് ചാവി കിട്ടും. നീ മുട്ടുമടക്കാൻ, മധ്യസ്ഥത അണക്കാൻ തയ്യാറാണോ? കൂട്ടുകാരനെ അനുഗ്രഹിക്കുകയും ചെയ്യും, നിന്നെ മറക്കത്തുമില്ല ദൈവം. കർത്താവ് ഇന്റർസെഷന് വില കൊടുക്കുന്നു. അടുത്തത് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. മതി. യേശു ക്രിസ്തു നമ്മുടെ മോഡലാ അല്ലേ? യേശു ക്രിസ്തു നമ്മുടെ മോഡല്. യേശു എന്തെല്ലാം ചെയ്തു അതെല്ലാം നമ്മൾ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ചെയ്തത് മുഴുവൻ. ഇന്ന് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, അവൻ മൽക്കിസദേക്കിൻ ക്രമപ്രകാരം പിതാവിൻ്റെ മഹിമയിലിരുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി സദാസമയം പക്ഷപാതം ചെയ്തും കൊണ്ടിരിക്കുന്നു. അപ്പം ദൈവം പക്ഷപാതം ചെയ്യുന്നു. യേശു, എന്നെ വിടുവിച്ച യേശു എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണെങ്കിൽ, സ്തോത്രം, നമ്മൾ ഈ ഭൂമിയിലിരുന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണെങ്കിൽ, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പറയും, അവൻ എൻ്റെ പാർട്ടേക്കറാ. ഞാൻ ഇവിടെ ഇരുന്ന് അവന് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ അവൻ അവിടെ ഇരുന്ന് മറ്റവന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദ ബ്ലെസ്സിങ്സിൻ്റെ കീ അങ്ങ് ഓപ്പൺ ആകും. നമ്മുടെ മേൽ ഒരുമിച്ച് ദൈവപ്രസാദം ഇറങ്ങും. ഇന്ന് പകൽ അതും കൊണ്ട് പറയണം, ഞാൻ എവിടെയെങ്കിലും ഇന്റർസെഷൻ ചെയ്യുവാൻ വേണ്ടി മടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ അനുഗ്രഹിക്കപ്പെട്ടാൽ എനിക്കൊരു ജീവിതത്തിൽ ഭാരമാകുമോ? ഇല്ല. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ മറ്റുള്ളവന് വേണ്ടി മുട്ടിമടക്കിയിട്ട് പറയണം, യേശു കർത്താവേ, പാരക്ലീറ്റ് ആകുന്ന ഹോളി സ്പിരിറ്റിൽ നിന്നും കൊണ്ട് അഡ്വക്കറ്റ് ആകുന്നവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമോ നോക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു റെല ഓപ്പൺ ആകുക. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങൾ നുണയൊന്നും പറയണ്ട, കര ഉയർത്തിക്കുന്നുമില്ല. മറ്റുള്ള ഒരാൾക്ക് വേണ്ടി ചിലപ്പോൾ ഈ വർഷത്തിൽ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടില്ലായിരിക്കും. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കാണും. നിങ്ങളുടെ കുടുംബത്തിലുള്ള, നിങ്ങളുടെ അല്ലെങ്കിൽ നാട്ടിലായിരിക്കുന്ന, പക്ഷേ ഈ സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ പാർക്കുന്ന പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സാജു ജോൺ മാത്യു എന്ന് പറയുന്ന ദൈവപുരുഷനിങ്ങനെ, ഞാൻ ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. അദ്ദേഹം പറഞ്ഞ ജേക്കബ് മാത്യു എന്ന് പറയുന്ന അനുഗ്രഹീത ദൈവദാസൻ്റെ മുട്ടമ്പലത്തെ വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ 3 പേരുള്ള ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പഠിപ്പിക്കുക. അത് ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഒറീസയ്ക്ക് വേണ്ടി നീ പ്രവർത്തിപ്പാനും തയ്യാറാകണം. നീ വരാവോ ഒറീസയെ? ഇല്ല, നിനക്കും പല നിലകളിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുവാനും സജ്ജമാകണം. നിൻ്റെ സമയത്തെ ചെലവഴിച്ച് നിഷ ഇന്നുണ്ടോ? ഒന്ന് കര ഉയർത്തിക്കേ. നിഷ ഡോക്ടർ ഈ ചർച്ചിൽ വന്ന കാലം 2018 വന്നാന്ന് തോന്നുന്നല്ലേ? ഓക്കെ. അപ്പോൾ ഫാസ്റ്റിങ് ഇതുപോലെ എടുത്തിട്ടില്ല, നിർബന്ധിപ്പിച്ചു. അപ്പോൾ ഐ എം എ ഡോക്ടർ, ഐ ഡോണ്ട് നീഡ് ടു ടേക്ക് എ ഫാസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു, യു ഡോക്ടർ, ഐ എം എ ഫാസ്റ്റർ. യു ഡോക്ടർ, ഐ എം പാസ്റ്റർ, ടേക്ക് എ ഫാസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ. പുള്ളിക്കാർ ഓർത്ത് ഫാസ്റ്റിൽ ഓടുന്ന കാര്യമാണ്. ഞാൻ അല്ല,
ആഹാരമെല്ലാം വിടിയാൻ പറഞ്ഞു. വിട്ടു. ഞാൻ തമാശ പറഞ്ഞോളൂ. പുള്ളിക്കാരി ആഹാരമെല്ലാം വിട്ടു. എനിക്ക് എഴുതി മെസ്സേജ് ഇട്ട് ചോദിച്ചു, പാസ്റ്റർ, ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നു. ഞാൻ ഈ ഫാസ്റ്റിംഗ് എടുത്ത സമയങ്ങളിലെ ആഹാരത്തിൻ്റെ പണം ഞാൻ എന്നാ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു. ഡു യു റിമെമ്പർ ഇറ്റ്? ആ, ഉണ്ടെന്ന്. ഞാൻ ഫാസ്റ്റിംഗ് എടുത്തല്ലോ. ഈ ഫാസ്റ്റിംഗ് എടുത്ത സമയത്ത് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട മണികളുണ്ടല്ലോ, ആഹാരം, യാത്ര, മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനിതെന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. എനിക്ക് അതൊരു ആൻസർ ഇല്ലായിരുന്നു, സത്യം പറയുക. ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അപ്പം ഞാനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു സാധുക്കളായിരിക്കുന്നവർക്ക് നാട്ടിൽ കൊടുത്തേ ബെസ്റ്റ് ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി അന്ന് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നു, ഇന്നും കൊടുക്കുന്നു. എനിക്ക് അവരെ അറിയാവുന്നവരാ. നിങ്ങൾ ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവരെ ഒന്ന് കൺസിഡറും കൂടെ ചെയ്യണം. ഞാൻ നമ്മുടെ മെസ്സേജിനോട് ചേർത്ത് അതങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. യേശു ക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. യേശു നമുക്ക് വേണ്ടി. ഒന്ന് രണ്ട് വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22, 23 വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ ആ ആ ആ ആ ആ ആ ആ മതി മതി, നിങ്ങൾക്ക് ഈ ഭാഗം അറിയാം. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിത്തെ ഹിന്ദി മീറ്റിങ്ങിൽ ഞാൻ ഈ ഭാഗം ഒന്ന് തൊട്ടതുവാ. ആവർത്തന വിരസത വരുതല്ലോ. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം മടക്കിക്കോ, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി 18 അബ്രഹാം എടുക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന. അബ്രഹാം കൽദയ പട്ടണത്തിൽ നിന്ന് ഇറങ്ങുക. ഇറങ്ങിയത് തൻ്റെ പ്ലാൻ അല്ല. നിങ്ങളിവിടെ ഉള്ളവരൊന്ന് കര ഉയർത്തിക്കേ, ഇനി ഇല്ലാത്തവരൊന്ന് കര ഉയർത്തിക്കേ. 2 പേര് ഉയർത്തി. അബ്രഹാം ഇറങ്ങുക. ഇപ്പം എങ്ങോട്ടാണെന്നൊന്നും ഒരു ബോധവുമില്ല. എങ്ങോട്ടാണെന്ന് ഒരു തിരിച്ചറിവുമില്ല. ദൈവം വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം നീ ഇറങ്ങി പട്ടണം വിടാൻ പറഞ്ഞു. അയ്യോ, ഞങ്ങൾക്കങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ജാതീയരാണ്. ഞങ്ങൾ ഈ ബിസിനസ് നിർത്തിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ നിന്നു പോകും. കാര്യം ഈ വിഗ്രഹങ്ങളാണ് ഈ ദേശത്തിൻ്റെ ദൈവം. ഞങ്ങളതിൻ്റെ ഹോൾസെയിൽ സെല്ലേഴ്സാണ്. അബ്രഹാം അങ്ങനെ പറഞ്ഞു. എൻ്റെ ചിന്തയിൽ ഈ കുശവൻ്റെ പരിപാടിയൊക്കെ ആണല്ലോ ഇവർക്ക് ഇങ്ങനെ ഇതുണ്ടാക്കുന്ന പരിപാടികളാണ്. ഈ മണ്ണൊക്കെ കുഴച്ച് റെഡിയായപ്പോഴാണ് അബ്രഹാം ഈ യാത്ര ആരംഭിക്കുന്നത്. തൻ്റെ പിതാവായ തേരഹും തൻ്റെ ഭാര്യയുമായി ഇറങ്ങുകയാണ്. അപ്പോൾ മൃഗസമ്പത്ത് തനിക്കുണ്ട്, തന്നോട് കൂടെ പാർക്കുന്നവരുണ്ട്. പക്ഷെ അബ്രഹാമിനെ ദൈവം വിളിച്ചത്, അബ്രഹാമേ, നീ നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര തിരിപ്പീനെന്നാണ്. പക്ഷെ അബ്രഹാം തൻ്റെ പിതാവിനെ വിട്ടില്ല, യാത്ര തിരിക്കുന്നു. യാത്ര ഇറങ്ങാനിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് തൻ്റെ സഹോദരപുത്രനായ ലോത്ത്, ഒരു പയ്യൻ ബാലനായി അവിടെ നിൽക്കുന്നത് കാണുന്നത്. നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ,
അബ്രഹാം ഇറങ്ങുന്നു. അബ്രഹാമിൻ്റെ കൂടെയുള്ള മൃഗസമ്പത്തെല്ലാം എല്ലാത്തിനെയും കെട്ടിയിറക്കുന്നു. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. മൃഗം ചോദിച്ചു കാണും, എങ്ങോട്ട്? ഐ ഡോണ്ട് നോ. ദൈവം സംസാരിച്ചിരിക്കുന്നു, ഇവിടുന്ന് ഇറങ്ങുകയേ പറ്റുകയുള്ളൂ. പക്ഷെ ലോത്തിൻ്റെ കാര്യം ദൈവം പറഞ്ഞിട്ടില്ല. പിതാവിനെ കൂട്ടി. ഇപ്പം ഈ എൻ്റെ ഒരു മണർകാട് ഭാഷയാണ്, ഒരു വള്ളി നിക്കറൊക്കെ ഇട്ട്, കറക്റ്റ് അല്ലേ ജസ്റ്റിൻ ആ വേർഡ്? ഒരു ഇങ്ങനെ പയ്യൻ നിൽക്കുക. അബ്രഹാം ഇറങ്ങി നോക്കിയപ്പോൾ ഈ പയ്യൻ കൽദേരിൽ ഇങ്ങനെ നിൽക്കുക. അബ്രഹാം പറഞ്ഞു, ലോത്ത് കം, ലോത്ത് വാ, കൈ പിടിക്കാൻ പറഞ്ഞു. ദൈവത്തിങ്കിൽ നിന്ന് കേട്ട കൽപ്പനയ്ക്ക് അല്പം വിപരീതമാണ്. കാര്യം ദൈവം ലോത്തിനെ കണ്ടായിരുന്നു. അവൻ്റെ പിതാവ് മരിച്ചതാണെന്നും അമ്മയുടെ കാര്യമൊന്നും എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും പിതാവും നഷ്ടപ്പെട്ടവനാണ്, അവൻ ഏകനാണ്, ബാലനാണ്. പക്ഷെ അബ്രഹാമിനോട് ഇത് പറഞ്ഞില്ല. അബ്രഹാം പറഞ്ഞു, ബാ 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 ബാ, എവിടെയൊക്കെ ഞാൻ പോയാലും നീ എന്നോടുകൂടെ ചേർത്തങ്ങ് പിടിച്ചു. കാര്യം അബ്രഹാമിന് മക്കളില്ലാത്തവനുമാണ്. അപ്പോൾ ഉള്ളിൽ ഒരു സ്വപ്നം വിളിഞ്ഞു, ഇവനെ മക്കളാക്കാം. എന്നാൽ അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം എലയാസറിനെക്കുറിച്ച് പോലും ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിൻ്റെ അടുത്ത് വന്ന് അബ്രഹാമിനോട് പറയുന്നുണ്ട്, അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിക്കുന്നു, നിനക്ക് പുത്രന്മാരുണ്ടാവും പുത്രിമാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ഈ ദമ്മേശക്കുകാരനായ എലയാസാറാണോ എൻ്റെ മകനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ലോത്തിൻ്റെ പേര് അവിടെ ഇല്ല. പക്ഷെ ലോത്തിനെ കൂട്ടി. എൻ്റെ ചിന്തയിൽ കൂട്ടിയപ്പോൾ സാറാ പറഞ്ഞു കാണും, ഇരിക്കട്ടെ, പശുവിനെ വളർത്താൻ നിങ്ങളൊന്നും ഇതൊന്നും ചെയ്യാത്ത പോലെ ഇരിക്കട്ടെന്നേ. പശുവിനെ വളർത്താൻ അപ്പന് പ്രായമായി, കഞ്ഞി കൊടുക്കാനൊക്കെ ഒരുത്തൻ ഇരിക്കട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററി ഇനിയും വായിക്കണം. അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് മരിക്കുന്നു. സഹോദരൻ്റെ പേരുള്ള സ്ഥലമായ, ആർക്കെങ്കിലും പേര് പറയാമോ? അബ്രഹാമിനെ അടക്കിയ സ്ഥലം അത് ഗുഹയാണ്. നിങ്ങൾ എന്താ പേര് പറഞ്ഞത്? അയലയോ? അത് മക്പേഹ ഗുഹ. ആ സ്ഥലത്തിനൊരു പേരുണ്ട്. അതായിരുന്നു ലോത്തിൻ്റെ പിതാവിൻ്റെ പേര്. അപ്പോൾ ഇവിടെ എത്തി ഈ വ്യക്തി പിതാവിനെ അടക്കി. ഒന്ന് എന്നെ പരീക്ഷിച്ചതാ, ഇവൻ്റെ ഇത് അറിയാവോ എന്ന്. മക്പേഹ പോട്ടെ. അവിടെ ചെന്ന് അടക്കിയപ്പം ലോത്ത് മാത്രമായി. നിങ്ങൾ ഇനിയുള്ളതിനെ ഇങ്ങനെ വായിക്കണം. അബ്രഹാമിൻ്റെ വളർച്ച തുടങ്ങും. അവിടെ തൊട്ട് അവർ ഹാരാൻ വിട്ട് യാത്ര തുടങ്ങി. എന്നാന്നറിയോ? ഹാരാനിൽ അബ്രഹാം നിന്നു. പിതാവിൻ്റെ കല്ലറ, തൻ്റെ ബന്ധുമിത്രാദികൾ മുഴുവൻ അവിടെയുണ്ട്. നിങ്ങളത് വായിക്കണം. എന്തും കൊണ്ട് അബ്രഹാം ചൂസ് ചെയ്തു ഹാരാൻ? ഇതായിരിക്കും കാണിപ്പാനിരിക്കുന്ന ദേശമെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഹാരാനിലോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ തൻ്റെ കൂടെ വളർന്നവരെ എല്ലാം ഉണ്ട് അവിടെ. കർത്താവ് പറഞ്ഞു, ഗെറ്റ് റെഡി, പാക്കപ്പ്, മൂവ്. ഇനിയോ? എടാ, ഇത്രയും നേരവും സ്റ്റാർട്ടപ്പായിരുന്നു, ഇനിയാണ് ദ റിയൽ ഷോ അല്ലേ നമ്മുടെ ഭാഷ പറഞ്ഞ. പിന്നെയുള്ള നടപ്പത്തിൽ അബ്രഹാം അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടുക. ഒന്ന് കരമുയർത്തി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. അബ്രഹാം അനുഗ്രഹിക്കപ്പെടുക. നിങ്ങൾ ഇന്ന് പോയി ഞാൻ പറയുന്നത് വെച്ച് വായിക്കണമേ. എവിടെയെല്ലാം അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടോ അവിടെയെല്ലാം അബ്രഹാം ലോത്തിനെയും അനുഗ്രഹിച്ചും കൊണ്ടിരുന്നു. എവിടെയെല്ലാം അബ്രഹാം വളർന്നോ അവിടെയെല്ലാം ലോത്തും വളർന്നും കൊണ്ടിരുന്നു. അബ്രഹാം സ്ലേവ് അല്ലെ അടിമയായിട്ട് കൂട്ടിയവനെ അബ്രഹാം അടിമയായിട്ടല്ല, മകനായിട്ടല്ല, അവനെ യജമാനനായിട്ട് വളർത്തി. അബ്രഹാമിന് ഒരു ആടിനെ ലഭിക്കുമ്പോൾ ലോത്തിനൊരാടിനെ അബ്രഹാം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീയും വളർത്ത്. അങ്ങനെ രണ്ടുപേരും തുല്യമായി വളർന്നു. വളർന്ന് മൃഗസമ്പത്തങ്ങ് കൊഴുത്തപ്പോൾ ഒരിക്കൽ അബ്രഹാമിന് ലോത്തിൻ്റെ ഫേസിൽ നിന്ന് ചിലത് റീഡ് ചെയ്തിട്ട് അബ്രഹാം പറയുകയാണ്, ലോത്തേ, മൃഗസമ്പത്തുകൾ കൂടിയിരിക്കുന്നു, ഇടയന്മാർ തമ്മിൽ ശണ്ടയുണ്ടാകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നതാ? നിങ്ങളിത് വായിച്ചിട്ടും ഇല്ല, കേട്ടിട്ടും ഇല്ലെന്ന് തോന്നുന്നു.
ശണ്ടയുണ്ടാകാതിരിക്കേണ്ടതിന് നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. ഇവിടം തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ. നമ്മളെ വള്ളിനിക്കറിട്ട് നിൽക്കുന്ന ചെറുക്കനെ മറക്കല്ലേ, ലോത്തിനെ. അവിടെ നിന്നാണ് ഇറങ്ങിയത്. ഞാൻ എൻ്റെ ജീവിതയാത്രകളിൽ എന്നും പറയും, എന്നിൽ ആ ഒരവസ്ഥയെ ഞാൻ കാണും. എൻ്റെ കൂടെ ലിവർപൂളിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, പേര് പറയുന്നില്ല. അദ്ദേഹം ബോംബെക്കാരനാണ്. എന്നോട് 2-3 വർഷം എൻ്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം തിരിച്ചു പോയിട്ട് നാട്ടിൽ ചെന്ന് അദ്ദേഹം ട്രെയിനെ നടന്നിട്ട് എന്നോട് വന്ന് സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ബോംബെയിലെ സബർബൻ റെയിൽവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഞാൻ കണ്ടു. ഞാൻ പിന്നെയും ട്രെയിൻ ഓടിപ്പോയപ്പോൾ ട്രെയിന് കൊടുക്കാൻ പൈസ ഇല്ലാത്ത ദിവസങ്ങളിൽ നടന്നു പോണ എന്നെ ഞാൻ കണ്ടു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നീ എത്ര പ്രാവശ്യം കണ്ടു? 1 പ്രാവശ്യം. ഞാൻ പറഞ്ഞു, ഞാനൊരു 1000 പ്രാവശ്യം വാഷി ടു കോപ്പർക്കർണ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഞാൻ നടന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? 15 പൈസയുടെ ഇന്ത്യൻ മണി ഇല്ലാഞ്ഞിട്ട് ഞാൻ നടന്നിട്ടുള്ള ആളാണ്. 15 പൈസ. ഒരു ദിവസം ഞാൻ ഹാഫ് വേ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് നടന്നു വരും. ഞാൻ എന്തുവാ, 7 മൈലോളം ഉണ്ട്, 7 കിലോമീറ്ററോളം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, വന്ന വഴികളെ മറക്കാതെ നമ്മൾ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ദൈവമക്കളെ നമ്മൾ നെകളിക്കത്തില്ല. നമ്മുടെ അവസ്ഥകളൊന്നും ഒന്നുമല്ലായിരുന്നു, അല്ലേ? ഒന്നുമല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിലൊക്കെയുള്ള അവസ്ഥകൾ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. ലോത്ത് നിൽക്കുന്ന അവിടെ നിന്ന് ലോത്തിനോട് പറഞ്ഞു, വരൂ വരൂ വരൂ. ലോത്തിൻ്റെ കരത്തെ പിടിച്ച് നടത്തി അബ്രഹാം വളർന്നതുപോലെ തന്നെ ലോത്തിനെയും വളർത്തി. ഇടയ ചെക്കനോട് പറഞ്ഞു, മോനെ, നിനക്കും കന്നുകാലികളും ആടും സമ്പത്തും വർദ്ധിച്ചിരിക്കുന്നു, എനിക്കും വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ ഇടയന്മാർ തമ്മിൽ ശണ്ട കൂടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താ? ആ പിതാഹൃദയം തേങ്ങിയിട്ട് പറഞ്ഞു, അങ്ങനെ വന്നാൽ നീ ചിലപ്പോൾ എന്നെ തള്ളും. അതുകൊണ്ട് അതിനു മുമ്പേ ഐ ആം ഗിവിങ് യു ആൻ ഓപ്പർച്യൂണിറ്റി. ഇഫ് യു ആർ ഗോയിങ് ടു ദിസ് സൈഡ്, ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോകാം. അബ്രഹാം തല ഉയർത്തി നോക്കി നീരൊഴുക്കുള്ള സോദോം ഗോമേറ കണ്ടു. അബ്രഹാമിനെ വിട്ട് ലോത്ത് സോദോം ഗോമേറയിലേക്ക് പോയി. ഞാൻ ഈ സഭയിൽ നിന്ന് വിട്ടുപോണ ശുശ്രൂഷകരോടും സഭയിൽ നിന്ന് ഏതെങ്കിലും സഭയിൽ നിന്ന് പ്ലാനുള്ളവരോടും പറയുകയാണ്, വിട്ടുപോണത് പിതാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചും കൊണ്ടാണെങ്കിൽ അത് നീ സോദോമാ തിരഞ്ഞെടുക്കുന്നത്. അത് സോദോമിലേക്ക് പോയി. സോദോമിൽ ചെന്ന് വിവാഹിതനായി, പെൺമക്കളുണ്ടായി. പെൺമക്കൾക്ക് വേണ്ടി വുഡ്ബിമാരം കണ്ടുപിടിച്ച് അടിച്ച് ഉല്ലസിച്ച് താമസിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ മ്ലേച്ഛതകളുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് സോദോം അറിയപ്പെട്ടപ്പോൾ ലോത്തിനെ കുറിച്ച് ദൈവം പറയുക, ഈ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ ഞാൻ നിന്നെ അന്വേഷിച്ചു, എന്നാൽ നിന്നെ കണ്ടില്ല. ഈ ദേശം നശിപ്പിക്കുവാൻ ഞാൻ പ്ലാൻ ഇടുന്നു. നീതിമാനായ അബ്രഹാം ലോത്തിനു വേണ്ടിയിട്ട് മധ്യസ്ഥത അണയ്ക്കുന്നതിന് മുമ്പ് ചോദിക്കുക, ഞാനിവിടെ യഹോവയാം ദൈവത്തിൻ്റെ യാഗപീഠം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം വേറെവർ വി ബീൻ, അവിടെയെല്ലാം യാഗപീഠം പണിതെന്ന കൂടാരത്തിൻ്റെ മുമ്പിൽ യാഗപീഠം പണിത് ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്ന അബ്രഹാം വിചാരിച്ചു, തൻ്റെ കൂടെ വളർന്നു വന്ന ഇസഹാക്കിന് അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ നിലയിൽ അബ്രഹാമിൻ്റെ ദിനചര്യങ്ങൾ അറിയാവുന്ന ലോത്ത് സോദോമിൽ ചെന്ന് ദൈവത്തെ ഉയർത്തിയിരിക്കുമെന്നും വിചാരിച്ചും കൊണ്ട് ദൈവത്തോട് ചോദിക്കുക, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നീ നശിപ്പിക്കുമോ? ലോത്തേ, എത്ര കാലമായി നീ സോദോമിലായിട്ട്? എത്ര കാലമായി നീ എന്നെ വിട്ടുപോയിട്ട്? എത്ര കാലമായി ഗോമേറയുടെ മ്ലേച്ഛതകളിൽ നീ രസിക്കുന്നു? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ട് ആക്കിയിരിക്കുമ്പോൾ നമ്മൾ പറയണം, ഈ സ്ഥലത്ത് ഒരു ദൈവപ്രസാദവുമില്ല, പക്ഷെ ദൈവം പ്രസാദിച്ച ഒരു പുരുഷനാണ് ഞാൻ ഈ സ്ഥലത്തിന് വേണ്ടി മുട്ടുമടക്കും. ഒരു ന്യായവിധി വരുമ്പോൾ നമ്മളോട് ദൈവം, കർത്താവ് നോഹയോട് കാണിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വരിക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അബ്രഹാം പറയുകയാണ് 50 നീതിമാൻ. ഓക്കെ, ദൈവം പറഞ്ഞു 50 നീതിമാന്മാർ. ഓക്കെ, ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് അബ്രഹാമിന് മനസ്സിലായി 50 ഇല്ല. അടുത്തത് ചാടി പറയുകയാണ്, അവൻ പോയിട്ട് ഇത്രയും വർഷമായവനല്ലേ, അവനെ കൊണ്ട് 40 പേരെ നേടാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 40 പേരുണ്ടെങ്കിൽ ആ പട്ടണത്തെ 40 പേരില്ല, 30 പേർ. അപ്പോൾ നമ്മൾ അബ്രഹാമിൻ്റെ ഹൃദയം കാണണം. ഈ ചെറുക്കൻ അവിടെ എന്ത് ചെയ്യുകയാ അല്ലേ?
നിങ്ങളെ ലോത്ത് എന്നാ ചെയ്യുകയായിരുന്നു എന്ന് അറിയണമെങ്കിൽ ലോത്തിൻ്റെ കുടുംബചരിത്രം എഴുതിയിട്ടുണ്ട്. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കൊടുത്തും അവർ പോന്നുവെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവർ ഉല്ലസിക്കുക. അബ്രഹാം അപ്പോൾ ഇടിവിൽ നിൽക്കുക. 30, 20, 10 പറഞ്ഞപ്പോൾ ചങ്കു പൊടിഞ്ഞു. കാര്യം ലോത്ത്, മിസസ് ലോത്ത്, 2 പുത്രിമാർ, അവർക്ക് വേണ്ടി കല്യാണം കഴിപ്പിച്ച് ഉറപ്പിച്ചിരിക്കുന്ന പുരുഷന്മാർ, അയ്യോ 10 ദൈവം പറഞ്ഞില്ല. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അബ്രഹാം കൗണ്ട് ഡൗണിങ് നിർത്തി. ദൈവത്തിൻ്റെ മുഖം വാടിയെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാണത്, ബിബ്ലിക്കലി ശരിയല്ല. അബ്രഹാം കുഴഞ്ഞുപോയി. അബ്രഹാം ദൈവസന്നിധിയിൽ ഇരുന്ന് കാണാം. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദമ്മേശക്കാരനാണോ എൻ്റെ അവകാശി എന്ന് ചോദിച്ചവിടുത്തെ അബ്രഹാമിനോട് ദൈവം പറയുക, ഐ ഷുഡ് ഗോ, എനിക്ക് പോയേ പറ്റുകയുള്ളൂ. സോദോമിലും ഗോമേറയിലും മ്ലേച്ഛത വർദ്ധിച്ചിരിക്കുന്നു, ആ ദേശത്തെ ന്യായം വിധിച്ചേ പറ്റുകയുള്ളൂ. പക്ഷെങ്കിൽ നീ ഇടിവിൽ നിന്ന് കരയുകയായിരുന്നു. നിന്റെ സഹോദരപുത്രന് വേണ്ടിയിട്ടല്ല, ലോത്തെന്നുള്ള പേര് നീ മനഃപൂർവ്വം പറഞ്ഞില്ല. നീ പറഞ്ഞത് 50, 40, 30, 20, 10. ഇന്ന് നീ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിൻ്റെ മനസ്സ് കഠിനമാക്കരുത്. എനിക്ക് നിന്നോടൊരു ദൂത് പറയുവാനുണ്ട്. നീ ഏറിയ നാളുകളായിട്ട് എന്നോട് ചോദിക്കുമല്ലോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ കടത്തിരികളെപ്പോലും നിന്നെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന്. അതിനുള്ള ആൻസർ, അടുത്ത വർഷം ഞാൻ വീണ്ടും വരും. അന്ന് നീ ഒരു മകനെ നിൻ്റെ നെഞ്ചോട് അണയ്ക്കുന്നത് നീ കാണും, ഞാനും കാണും. ഇന്ന് പകൽ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഒന്ന് പറയാം, എവിടെ നീ മുട്ടുമടക്കി മറ്റുള്ളവന് വേണ്ടിയിട്ട് ഇൻ്റർസെഷൻ ചെയ്യാൻ തയ്യാറാണോ, നിൻ്റെ കാര്യങ്ങളെ നീക്കുപോക്കാക്കുന്ന എൻ്റെ ദൈവം ഇവിടെയുണ്ട്. ഇന്ന് പകൽ പറയണം, നമ്മളൊരു പാട്ടിൻ്റെ വരികളെ പാടുവാണ്. നമ്മൾ ആൾ മാറിയവനെ പോലെ നൃത്തം ചെയ്ത് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ പോകണം. എന്താണെന്നറിയാമോ, എവിടെയൊക്കെയോ എൻ്റെ കാലുകൾ ഇടറിയായിരുന്നു, എൻ്റെ ചിന്തകൾ വ്യതിചലിച്ചു പോയായിരുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കല്ല, ദൈവം എന്നെ ഈ രാജ്യത്തിൻ്റെ നന്മകൾ മാത്രം അനുഭവിക്കാനാണെന്ന് എവിടെയോ പിശാച് കൊണ്ട് ചില ദുർചിന്തകൾ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് കഴിയാവുന്നതിലധികമായി ചെയ്യുന്നവൻ്റെ അത്യന്ത ശക്തി. പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തും മതിയായവനെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ തന്നെ ഇന്ന് പറയണം, ചിലരെ നേടുവാൻ ഞാൻ എൻ്റെ മുഴങ്കാൽ മടക്കും. എന്നെ നേടിയ ദൈവം